നമസ്കാരം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അത്ര ചെറുപ്പത്തിലൊന്നുമല്ല, ഒരു യുവാവായി ഇങ്ങനെ വരുന്ന സമയത്ത് അന്നൊക്കെ ഈ മോര് ഇന്നത്തെ പോലെ സുലഭമായിട്ട് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ തൈര് അങ്ങനെയൊന്നും കിട്ടൂല. തൈരും മോരും ഒക്കെ കിട്ടണത് ഓരോ വീടുകളിൽ, പശുവിനെ വളർത്തുന്ന വീടുകളിൽ മോരാണ് കിട്ടാറ്. അത് പാലുറവൊഴിച്ച് എന്തൊക്കെയോ പ്രോസസ്സിങ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ വെണ്ണ എടുക്കുമെന്നാ, അത് നെയ്യാക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കതൊന്നും വലിയൊരു പരിചയമില്ലാന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇടക്കിടക്ക് മോരുവാണ്. അപ്പോൾ അവിടെ പശുവിനെ വളർത്തുന്ന വീടുണ്ട്, ഒരു അമ്മയും മോളും. കുറച്ചാണ് പോകണം ഇടവഴി കൂടിയൊക്കെ. അപ്പോൾ ഈ മോരിനൊക്കെ വേറൊരു പ്രത്യേകത ഉണ്ട്. സന്ധ്യ ആയ മോരിൻ്റെ പാത്രം തുറക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പകൽ പോകണം. അപ്പോൾ വീട്ടിൽ ഇടക്കിടക്ക് മോര് മേടിക്കും, ഞാനാ പോണത്. അപ്പം അമ്മയുണ്ട്, അവിടുത്തെ മോളും. അമ്മ മിക്കപ്പോഴും പറമ്പിലൊക്കെ ആവും, ഈ പശുവിനെ കെട്ടലും പരിപാടിയൊക്കെ ആയിട്ട്. അവർക്ക് കുറേ പറമ്പുണ്ട്, കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഈ പശു ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ കഷ്ടിച്ച് ജീവിച്ചു പോവും, പാലും മോരുമൊക്കെ വിറ്റ്. അപ്പം ഈ മോൾക്കൊരു 30 വയസ്സുണ്ടാവും എൻ്റെ ഊഹം. അന്നൊക്കെ പെണ്ണുങ്ങൾ മുണ്ടും ബ്ലൗസാണ് ഇടുക വീട്ടിൽ. കുറച്ചുകൂടി റിച്ച് ആണെങ്കിൽ സാരി ഉടുക്കും. അപ്പോൾ ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവരൊക്കെ മുണ്ടും ബ്ലൗസാണ്, ഈ ചേച്ചി. പക്ഷെ എപ്പം ഞാൻ മോര് മേടിക്കാൻ ചെന്നാലും ഇത് അടിപ്പാവയുടെ ബ്ലൗസും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുപ്പി കൊണ്ടുപോകണം, ഈ പൊട്ടണ കുപ്പി. ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പോൾ കുപ്പി മേടിച്ച് ഇവരകത്തോട്ട് പോകും. അപ്പോൾ ഈ അന്നൊക്കെ അണ്ടർ സ്കേർട്ടിന് ഇത് വള്ളി കെട്ടണ സ്ഥലത്തൊരു വി പോലൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് ഞാൻ ഇപ്പോഴത്തെ പാവടക്കൊന്നും ഞാനത് കണ്ടിട്ടില്ല. അവർ ചിലപ്പോൾ ആ വി പോലെ ഇങ്ങനെ വിടർത്തി വെക്കണതാണ് അറിയില്ല. അതായത് എപ്പോൾ പോയാലും ഇവർ ഷഡ്ഡി കാണാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ഭാഗ്യമാണ്. എന്താണെന്നറിയില്ല, ഞാൻ എവിടെ പോയാലും ഈ പരിപാടി എനിക്ക് ഒത്തുവരും. അതെന്താ അതിൻ്റെ രഹസ്യമെന്നറിയില്ല. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിനും അതാത് സ്റ്റേറ്റിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിദേശത്ത് പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അത്രയൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, ഇത് പറയട്ടെ. അപ്പോൾ ഈ ചേച്ചിൻ്റെ ഷഡ്ഡി ഒന്ന് കാണും. അപ്പോൾ ഞാനിങ്ങനെ നോക്കും. അത് ഒരിക്കലും മനസ്സിലാവും ഞാൻ നോക്കണത്. എന്നെ കാണിക്കാനാണ് അതങ്ങനെ ആക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ദിവസം ചെന്നപ്പോൾ ഇതേപോലെ ഗ്യാപ്പുണ്ട്, ഷഡ്ഡിട്ടില്ല. ഈ സാധനത്തിൻ്റെ കുറച്ചിങ്ങനെ രോമങ്ങളിങ്ങനെ കാണാം. അപ്പോൾ ഇവർ മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവരമ്മ അന്ന് ഞാൻ അവിടെ കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ കണ്ണ് തള്ളി നോക്കുകയാണ്. കാരണം ഈ പെണ്ണെ കാണാൻ ഒരു ചുരുള മുടി, ഒരു കൗതുകം ഉണർത്തുന്ന ഒരു മുഖവും, നല്ലൊരു ഭംഗി. അത്ര വെളുത്തതുമല്ല, എന്നുവെച്ചാൽ അത്ര സുന്ദരിയുമല്ല, ഒരു ആവറേജ്. പക്ഷെ എല്ലാം അത്യാവശ്യമുണ്ട്. ഞാൻ അങ്ങനെ നോക്കണണ്ടപ്പോൾ എന്നെ വിചാരിച്ചു, എന്താ നീ തിന്നാൻ പോണവരെ നോക്കണേ. ഞാൻ പറഞ്ഞേ, കാണാ കാഴ്ചകൾ കണ്ട എന്താ പിന്നെ നോക്കല്ലാണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞേ, ഇവിടെ ചക്കേൻ്റെ അട ഉണ്ടാക്കിയിട്ടുണ്ട്, നീ അകത്തേക്ക് പോയാൽ പറഞ്ഞു. സാധാരണ അവരെന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല. ചക്കേൻ്റെ അട ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ തിന്നതാണ്, എനിക്ക് വിശക്കണമെന്നില്ല, നീ കയറി വാ പറഞ്ഞു. കയറി ഉള്ളിൽ ചെന്നപ്പോൾ ഒരു ചക്കേൻ്റെ അട എടുത്ത് തന്നു. അത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇവരെന്നോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ കൃത്യം എത്ര വയസ്സായി? ഞാൻ എൻ്റെ വയസ്സൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ നീ ഒരു പുരുഷനായി, നീ ഇങ്ങനെ നോക്കണയൊക്കെ നിനക്ക് അത്ര ഇൻട്രസ്റ്റ് ആണോ? സെക്സിൽ നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് സെക്സ് ഇഷ്ടമാണോ ചോദിച്ചേ. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, എനിക്ക് കാണാനൊക്കെ കൊതിയാണ്. അപ്പം നീ സ്വയം ചെയ്യലുണ്ടോ ചോദിച്ചേ. ചെയ്യാറുണ്ട് പറഞ്ഞു. അന്ന് എൻ്റെ മുറിക്ക് പോവുക എന്ന് പറഞ്ഞ് ഇവരുടെ മുറിയിൽ കൊണ്ടുപോയി
ഇവരെന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട്, കാരണം എന്നാലും മൂത്തതാണല്ലോ, മുൻകൈ എടുക്കണവരാ. അപ്പോൾ ഈ അന്ന് ലിപ്പ് ലോക്കിങ് ഫ്രഞ്ചൊന്നും എനിക്ക് പ്രാക്ടീസില്ല. ഞാൻ ചുണ്ടുമേലെ ഇങ്ങനെ ആക്കി കൊടുക്കണുള്ളൂ. അപ്പോൾ അവരാണ് ഇങ്ങോട്ട് ലിപ്പൊക്കെ ലോക്ക് ചെയ്യലും നെറ്റിമേലും എൻ്റെ ഷർട്ടൊക്കെ അവർ ഊരി ഇറങ്ങി. പിന്നെ അവർ തന്നെ അവരുടെ ബ്ലൗസും ബ്രേസിയർ പിന്നെ ഞാൻ ബാക്കിൽ കൂടി കൈയിട്ട് അതും. പിന്നെ ഞാൻ പറഞ്ഞില്ല അടിയിലൊന്നും ഇട്ടില്ല, പാവാടയും ഊരി. ഫോർ പ്ലേ ഒന്നുമില്ല, കളി തന്നെ. കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് കൊണ്ട് അതിന് വന്നു. 2-3 അതിങ്ങനെ തട്ടിപ്പെടാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഉച്ചക്കൊക്കെ മോര് മേടിക്കണില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലും. ഈ തള്ളനെ കാണാണ്ട് ഈ പെണ്ണിൻ്റെ മുറി കയറിക്കൂടും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉറങ്ങും ഒപ്പം. അത്ര കമ്പനിയായി. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, നീ പുരുഷനായി മാറിയിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ വല്ല ഗർഭമുണ്ടായ പ്രശ്നമാണ്, അതിൻ്റെ ഉള്ളിൽ ഇതാക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാണ് പറഞ്ഞു, ആത്മഹത്യ ചെയ്യേണ്ടി വരും, അങ്ങനെ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ശരിയാണ്, ഒരു പെണ്ണല്ലേ, അത്ര പയ്യനൊന്നുമല്ല. പിന്നെ ഒരു പൂതിക്കൊക്കെ വെക്കാൻ തരുള്ളൂ, ബാക്കിയുള്ളത് ചെയ്യിക്കും ഈ പെണ്ണ്. അങ്ങനെ ഞങ്ങൾ കുറേ കാലം നല്ല സൗഹൃദം, ഒപ്പം ഉറങ്ങും, കാണാണ്ടിരിക്കില്ല, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം അബദ്ധം പറ്റി. ഞാനിവിടെ മുറിയിൽ നിന്ന് ഇറങ്ങണ കണ്ടപ്പോൾ ഇറങ്ങി മുറ്റത്തെത്തലും ഈ തള്ള പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട്. ഞാനവിടെ നിന്ന് ഒരു ഓടലോടി, പിടിക്കപ്പെട്ടില്ല. പിന്നെ ഞാനങ്ങോട്ട് പോകുന്നില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ ഇടവഴി കൂടി ഇങ്ങനെ വരുമ്പോണ്ട് ഈ തള്ള ഓപ്പോസിറ്റ് കയ്യിലൊരു സഞ്ചിയൊക്കെ പിടിച്ച് വരിക. എനിക്ക് എങ്ങോട്ടും ഒഴിഞ്ഞു മാറാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. ഞാൻ പേടിച്ച് ചെന്നപ്പോൾ ഈ തള്ള എന്നോട് പറഞ്ഞ് ചോദിക്കുകയാണ്, നീ എന്താണ്ട് വരാത്തത്? ഒന്നുമില്ല അറിയാം. അപ്പോൾ പറഞ്ഞ എൻ്റെ മോളെ ആൾ പാവമാണ്, അവൾക്ക് കല്യാണമൊക്കെ വരണത് ഇങ്ങനെ മാറിപ്പോവുകയാണ്, അവൾക്ക് ചെറിയൊരു ജാതകത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നീ അവിടെ വരണൊക്കെ എനിക്കറിയാം, അവളൊരു പാവമാണ്, നീ ഇടയ്ക്ക് അവിടെ വന്ന് പോയിക്കോ, അവളും ചോര നീരൊക്കെ ഉള്ളൊരു പെൺകുട്ടിയല്ലേ, അവൾ പാവമാണ്, വീണ്ടും പറയാം പാവം, നീ അവിടെ വരണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈസൻസ് ആയല്ല. അങ്ങനെ ഞാൻ കുറച്ച് നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരാൾ വന്ന് കെട്ടി. അവളേലും കുറച്ച് പ്രായം കൂടും. അപ്പം അയാളുടെ 2ാം വിവാഹമാണ്, ഭാര്യ മരിച്ചുപോയി. അപ്പം അയാളവിടെ താമസിക്കും. അങ്ങനെ വിവാഹം വലിയ ആർഭാടമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞ് പിന്നെ അതിൽ കയറ്റ് വരണ ശരിയല്ലല്ലോ. അപ്പോൾ ഇവരോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഈ ചേച്ചിനോട്, എങ്ങനെ ഉണ്ട് ലൈഫ്? പാവടാ, എനിക്ക് ആവശ്യത്തിനൊക്കെ അയാൾ ഇതാക്കുന്നുണ്ട്, ഇനി അയാളെ വഞ്ചിക്കാൻ ഞാനില്ല പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, വഞ്ചിക്കാൻ പാടില്ല. അന്ന് നിങ്ങൾക്ക് ഇതൊരു ആവശ്യമായിരുന്നു, ഇപ്പോൾ ആവശ്യം നിറവേറ്റാൻ ആളുണ്ടല്ലോ, കഴിഞ്ഞത് മറന്നുകളെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ അമ്മ എന്നെ ടൂൺ ചെയ്യൽ തുടങ്ങി. ഞാൻ മോരിന് ചെല്ലുമ്പോൾ എന്നോട് ഒരു ദിവസം പച്ചക്ക് ചോദിക്കണേ, ഒരു രാത്രി 9 മണിയാകുമ്പോൾ നീ വരും വെച്ച്. അപ്പോൾ ഇവരുടെ വീട് കുറച്ച് ഒരു നീളം ഷേപ്പാണ്. ഇവർ കിടക്കണേ അടുക്കളുടെ ഇപ്പുറത്തുള്ളൊരു മുറിയിലാണ്. തെക്കേ മുറിയിലാണ് മോളും മരുവാണ്. അങ്ങനെ ഞാൻ രാത്രി പോയി. ഇവർക്ക് 1 മിനിറ്റ് പോലും വേണ്ട, നമ്മൾ വെക്കുമ്പോൾ തന്നെ അവർക്ക് വരും. അവർ പ്രസവം നിർത്തിയതാണ്. അവർക്ക് നമുക്കൊരു സമയമുണ്ടല്ലോ, അത്ര അടിക്കുമ്പോൾ അവർക്ക് 2 വട്ടമൊക്കെ വരും. ഫസ്റ്റിലത്തെ അവർക്ക് വേഗം വരും. അത് പിന്നെ സ്ഥിരം പതിവായി. ഒരു ദിവസം മോളെന്നോട് ചോദിക്കാനേ, നീ അമ്മേൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലേ രാത്രി? അപ്പം ഞാൻ ചിരിച്ച്. അപ്പം മോള് പറയണേ, അമ്മ പാവമാണ്, ചോര നീരുള്ളൊരു സ്ത്രീയല്ലേ. അപ്പം എനിക്ക് ചിരി വന്ന്. തള്ള പറയണ മോള് പാവമാണെന്ന്.
മോള് പറയണ തള്ള പാവമാണ്. അപ്പോൾ ദുഷ്ടൻ ഞാനാ. കുറേ കാലം ഡ്രൈവ് ചെയ്ത് കൊടുത്ത്. അപ്പോഴാണ് ഞാൻ ജോലി കിട്ടിയൊക്കെ പോയത്. പിന്നെ നമ്മൾ കാല് നിലത്ത് മുട്ടിയിട്ടില്ല, പക്ഷികളെ പോലെ പാറല്ലേ. എന്നാലും നിരാശാക്കില്ല. ലീവിന് വരുമ്പോൾ ഒന്നെങ്കിലും കൊടുക്കും ഞാൻ. ഇപ്പം അറിവില്ല എവിടെയാണ് എന്താണ് ഒന്നും അറിയില്ല. ഇത്രയൊക്കെയുള്ള മനുഷ്യൻ്റെ കാര്യം. അങ്ങനെ മോരിന് പോയടത്തും കിട്ടി പരിപാടി. ഞാൻ പോണിടത്തൊക്കെ കിട്ടുന്നുണ്ട്. എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് എനിക്കറിയില്ല. ഏതായാലും രണ്ടാളും സൂപ്പറായിരുന്നു. എന്നാൽ അത്യാവശ്യം ആക്രാന്തമില്ല, എന്നാൽ അത്യാവശ്യം കളിക്ക് കൊതിയുള്ള 2 സ്ത്രീകൾ. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാളും പാവ, ഞാൻ ദുഷ്ടൻ, മോശം. നമസ്കാരം. അടുത്ത വീഡിയോ നാളെ.